ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് സംസാര ഭാഷ കേൾക്കാം, ഹിന്ദിയിലും മലയാളത്തിലും. നിന്നോടല്ലേ പറഞ്ഞത്, തുംസേ തോ ഹി കഹാ ഹേ ന. തുംസേ തോ ഹി, നിന്നോട് തന്നെയല്ലേ, കഹാ ഹേ ന, പറഞ്ഞത്. തുംസേ തോ ഹി കഹാ ന, നിന്നോടല്ലേ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കുറച്ച് ദേഷ്യം വരുമ്പോ ഒക്കെ പറയുന്ന ഒരു സെന്റൻസ് ആണ് അല്ലെ, നിന്നോടല്ലേ പറഞ്ഞത്. തുംസേ തോ ഹി കഹാ ഹേ ന. രാവിലെ തന്നെ എങ്ങോട്ടാ, സുബ സുബ കഹാൻ ജാ രഹാ ഹെ. സുബ സുബ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ. സുബ എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. സുബ സുബ എന്ന് പറയുമ്പോൾ അതൊന്ന് എൻഫസൈസ് ചെയ്യാൻ വേണ്ടി പറയുന്ന രാവിലെ തന്നെ. കഹാൻ ജാ രഹേ ഹെ, എവിടെയൊക്കെയാണ് പോകുന്നത് അല്ലെ എങ്ങോട്ടാ. അപ്പൊ സംസാര ഭാഷയിൽ നമ്മൾ എങ്ങോട്ടാ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങോട്ടാണ് പോകുന്നതെന്നാ. അപ്പൊ അതിനെ ഹിന്ദിയിലേക്ക് അങ്ങനെ നമ്മൾ പറയില്ല. സുബ സുബ കഹാൻ ജാ രഹേ ഹെ എന്ന് വെച്ചാൽ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ വഴിയിൽ നമ്മൾ ഒരാളെ രാവിലെ തന്നെ കാണാം, അപ്രതീക്ഷിതമായിട്ട് കാണുകയാണെങ്കിലൊക്കെ നമ്മൾ ചോദിക്കുക. പ്രതീക്ഷിച്ചാൽ തന്നെ ഒരാൾ എങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെയാണ് നമ്മൾ ചോദിക്കുക, രാവിലെ തന്നെ എങ്ങോട്ടാ. സുബ സുബ കഹാ ജാ രഹേ ഹെ. ബാർബർ ഷോപ്പിലേക്കാ, നായിക്ക് ദുക്കാൻ പർ. നായി എന്ന് പറഞ്ഞാൽ ബാർബർ ആണ് കേട്ടോ, നായി ബാർബർ. ബാർബർ ഷോപ്പ് എന്ന് പറയുമ്പോൾ നായിക്ക് ദുക്കാൻ പർ എന്ന് പറഞ്ഞാൽ അവിടേക്കാണ്. നായിക്ക് ദുക്കാൻ പർ, ബാർബർ ഷോപ്പിലേക്കാണ്. നായിക്ക് ദുക്കാൻ, നായി എന്ന് പറഞ്ഞാൽ ബാർബർ. ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ്. അപ്പൊ എല്ലാവരും ബാർബറിന് നായി എന്നാണ് ഹിന്ദി പറയാന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ദുക്കാൻ എന്ന് പറഞ്ഞാൽ ഷോപ്പാണ്, അത് നിങ്ങൾക്ക് അറിയാം. നായിക്ക് ദുക്കാൻ പർ, ബാർബർ ഷോപ്പിലേക്ക്. മുടി വെട്ടാനാ, അത് ക്വസ്റ്റ്യൻ കണ്ടോ. മുടി വെട്ടാനാ എന്ന് ചോദിച്ചാൽ മുടി വെട്ടാനാണോ. ബാൽ കട്ട്വാനെ കെ ലിയേ ഹേ ക്യാ. ഹേ ക്യാ അവിടെ വേണം. അത് പാതി നമ്മൾ മനഃപൂർവ്വം അങ്ങ് മുറിച്ചു മാറ്റിയ കാരണം നമ്മൾ സംസാര ഭാഷയാണ് ഇവിടെ മെയിൻലി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മുടി വെട്ടാനാ എന്ന് ചോദിച്ചാൽ ബാൽ കട്ട്വാനെ കെ ലിയേ എന്ന് ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന രൂപത്തിൽ നമ്മൾ സെന്റൻസിനെ അങ്ങ് നിർത്തണം. താടിയും മുടിയും ഒക്കെ ഒന്ന് ഷേപ്പ് ആക്കണം. ദാടി ഔർ ബാൽ സബ് സരാ ഷേപ്പ് കർണ ഹെ. ദാടി എന്ന് പറഞ്ഞാൽ താടിക്കാണ് പറയാ, നമ്മൾ താടിയില് അതിന് ദാടി എന്നാണ് ഹിന്ദിയിൽ പറയാ. ഔർ ബാൽ, ബാൽ എന്ന് പറഞ്ഞാൽ മുടി, സബ് ഒക്കെ, മുടിയൊക്കെ എന്ന് പറയുമ്പോൾ ബാൽ സബ്. സരാ ഷേപ്പ് കർണ ഹെ. സര എന്ന് പറഞ്ഞാൽ ഒന്ന് ഷേപ്പ് ആക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ ഏക്ക് എന്ന് പറഞ്ഞ ഒന്നല്ല കേട്ടോ. സരാ ഷേപ്പ് ആക്കണം എന്ന് പറഞ്ഞാല് കുറച്ചൊന്ന് ഷേപ്പ് ആക്കണം. എടോ, കഴിഞ്ഞ തവണ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ചെയ്തത്. യാർ പിछले बार हम दोनों इकट्ठा ही तो किया है ना. പിछले बार, യാർ എന്ന് പറഞ്ഞാൽ എടോ എന്ന് പറയുന്നതിനാണ്. നാളെ ഫ്രണ്ട്സിനെ വിളിക്കുന്ന ഒരു പേരാണ് യാർ. പിछले बार ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ. ഹം ദോനോ നമ്മൾ രണ്ടുപേരും. ഇക്കട്ട, ഇക്കട്ട എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. ഇക്കട്ട ഹി തോ കിയ, ഇക്കട്ട ഹി തോ കിയ ഒരുമിച്ചല്ലേ ചെയ്തത്. ഹേന, ഹേന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ എന്ന് ചോദിക്കാനാ. യാർ പിछले बार हम दोनों इकट्ठा ही तो किया है ना. ഇതൊക്കെ ഒരു ഒഴുക്കിൽ അങ്ങ് പോകുന്ന സെന്റൻസ് ആയിട്ടോ. വേർഡ് ബൈ വേർഡ് മീനിങ് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണ്. അധിക ദിവസമൊന്നും ആയില്ലല്ലോ. ജാദാ ദിൻ തോ ഹുവാനി ഹേന. ജാദാ ദിൻ തോ ഹുവാനി, കൂടുതൽ ദിവസമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാല് ബാല് അടുത്ത തവണ കട്ട് ചെയ്യേണ്ട സമയം ആയിട്ടില്ല എന്ന്. ഹെയർ കട്ടിന്റെ സമയം ആയിട്ടില്ലല്ലോ, എന്ത് അങ്ങനെയല്ലേ. ഒന്നും ആയില്ലല്ലോ, ഇല്ലല്ലോ എന്ന് പറയുന്നതിനാണ് അവിടെ ഹേന. ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ പറയുന്ന കുറെ ദിവസം ആയിട്ടില്ലല്ലോ നമ്മൾ കട്ട് ചെയ്തിരുന്ന, അടുത്ത ടേണിന്റെ സമയം ആയിട്ടില്ലല്ലോ, നീ എന്തിനാ അത്ര പെട്ടെന്ന് കട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. ജാദാദിൻ തോ ഹുവാന എന്ന് പറഞ്ഞാൽ അയാൾക്കറിയാം ലാസ്റ്റ് ടൈം എപ്പോഴാണ് കട്ട് ചെയ്യുന്നത്, കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കട്ട് ചെയ്തത്. പരിപാടി എന്തെങ്കിലും ഉണ്ടോ, കോയി കാര്യക്രം ഹേ ക്യാ. അപ്പൊ അതാണ് പറയുന്നത്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് എവിടെയും പോകണം, പരിപാടിക്കൊക്കെ പോകണമെങ്കിലാണോ നമ്മൾ താടിയും മുടിയൊക്കെ ടൈമിന് മുന്നേ പോയി കട്ട് ചെയ്യുക. റൂട്ടീൻ കട്ടിങ് ഉണ്ട്, ചിലപ്പോൾ 1 മാസം 2 മാസം, ചിലർ 2.5 മാസം 3 മാസം ഒക്കെ ആകുമ്പോൾ കട്ട് ചെയ്യും. അതിന്റെ ഇടയ്ക്ക് പോയി ചെയ്യേണ്ട എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കോയി കാര്യക്രം ഹേ ക്യാ. കാര്യക്രം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ, അല്ലെങ്കിൽ പരിപാടി, പാർട്ടി, അല്ലെങ്കിൽ ഏതേ വിശേഷ വ്യക്തി വീട്ടിൽ വരെ, അല്ലെങ്കിൽ നമുക്ക് എവിടെയും പോകാനുണ്ട്, അതിനാണ് കാര്യക്രം എന്ന് പറയുന്നത്, പരിപാടി. ഗീതയെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ഗീതാക്കോ ദേഖ്നെ ആ രഹി ഹെ. ഗീതാക്കോ ദേഖ്നെ ആ രഹി, ഗീതയെ കാണാൻ വരുന്നുണ്ട്. ഗീതയെ കാണാൻ വരിക എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ഒരു ഹിഡൻ മീനിങ് ആണ്. പെണ്ണ് കാണാൻ വരുന്നതാണ് ലഡ്കി ദേഖ്നെ ആ രഹെ. അല്ലെങ്കിൽ പേരെടുത്തിട്ട് ഗീതാക്കോ മീനാക്കോ ദേഖ്നെ ആ രഹി എന്ന് പറഞ്ഞാല് അവരെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നാണ്. അതൊരു ഹിഡൻ മീനിങ് ആണ്. പെണ്ണ് കാണാൻ പറയണമെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അസുഖമൊന്നും പിടിച്ചിട്ട് കിടക്കുമ്പോൾ നമ്മൾ ഗീതാക്കോ ദേഖ്നെ ആ രഹി എന്ന് നോർമലി പറയില്ല. ഓക്കെ.
അപ്പം ഗീതയെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് ഗീതാക്കോ ദേഖ്നെ ആ രഹി ഹെ, ആരെയാണോ കാണാൻ വരുന്നത് അവരുടെ പേരെടുത്തിട്ട് ദേഖ്നെ ആ രഹി ഹെ അങ്ങനെ പറയാം. അതെയോ, നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഐസാ ഹേ ക്യാ, ഐസാ ഹേ ക്യാ എന്ന് പറഞ്ഞാൽ അതെയോ, അങ്ങനെയാണോ, അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതിനാണ്, അല്ലെങ്കിൽ അതെയോ എന്ന് ചോദിക്കുന്നതിനും ഇതറിയാം. ഐസാ ഹേ ക്യാ, തൂനെ തോ മുജെ ബതായാ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. തൂനെ തോ, നീ, തൂ എന്നൊക്കെ പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ്. തൂനെ തോ, നീ എന്നോട്, മുജെ എന്ന് പറയുമ്പോൾ എന്നോട്, ബതായാ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ഹമേ ബി നിഹിം പദാത്ത, ഞങ്ങൾക്കും, ഹമേ ബി നിഹിം പദാത്ത, ഞങ്ങൾക്കും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാല് കല്യാണം ചെക്കൻ നോക്കാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്നെറ്റാൻ കിട്ടിയ ഒരു ന്യൂസാണ് അവർക്ക്. അപ്പൊ അറിയെങ്കിലല്ലേ നമ്മളെല്ലാവരോടും പറയാം. പിന്നെ ആദ്യമായിട്ട് പെണ്ണിനെ കാണാൻ വരുമ്പോൾ നമ്മളങ്ങനെ കൊട്ടിഘോഷിക്കില്ല. എല്ലാം ഒന്ന് ഫിക്സ് ആയതിനു ശേഷമേ നമ്മൾ പറയുള്ളൂ. ഹമേ ബി നീ പദാത്ത എന്നാൽ ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഗീത വീട്ടിൽ അറിയിച്ചിട്ടുണ്ടാവില്ല. ഹമേ ബി നെഹിം പദാത്ത, ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് വരെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞതാണ്. കുച്ച് ദിൻ പഹലെ തക് ഷാദി നെഹിം ചയ്യെ കർക്കെ ബോൾ രഹാ താ. കുച്ച് ദിൻ പഹലെ തക്, കുറച്ചു ദിവസം മുമ്പ് വരെ, ഷാദി നെഹിം ചയ്യെ, കല്യാണം വേണ്ട എന്ന്, കർക്കെ ബോൾ രഹാത്ത, വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു. അല്ലെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബോൾ രഹാത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് കല്യാണമൊന്നും വേണ്ട, ഇപ്പം കല്യാണം വേണ്ടാന്ന്. കുച്ചിദിൻ പഹലെ, കുറച്ചു ദിവസം മുൻപ് വരെ എന്നാൽ റീസെന്റ് ആണ് അവൾ ഇത് പറയാൻ തുടങ്ങിയത്. ഈയിടെയായിട്ട് പറയാൻ തുടങ്ങിയാണ്. ആദ്യമൊക്കെ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് പറഞ്ഞ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് നിന്നോടും പറഞ്ഞില്ല. ഓക്കെ. പയ്യൻ എവിടുന്ന, ലഡ്ക കാസേ ഹെ, പയ്യൻ എവിടുന്ന, പയ്യൻ എന്ന് പറഞ്ഞാൽ ലഡ്ക ബോയ്, കഹാസേ ഹെ എവിടുന്നാണ് എന്ന് പറഞ്ഞാൽ ചെറുക്കന്റെ വീട് എവിടെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ലഡ്ക കാസേ ഹെ, പയ്യൻ എവിടുന്ന. സാധാരണ നമ്മളൊരു കല്യാണമൊക്കെ ഫിക്സ് ആയാലും ആദ്യം ചോദിക്കും എങ്ങനെയാ, അവൻ എവിടുന്ന, ഏത് നാട്ടുകാരനാ, പിന്നെ ചോദിക്കും അടുത്ത ജോലി എന്താ, വീട്ടിലാര്, ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഏറ്റവും ആദ്യത്താണ് ലഡ്ക കാസേ. അങ്ങ് അങ്കമാലിന്നാ, അങ്കമാലി സേ, അങ്ങ് അങ്കമാലിന്ന് പറഞ്ഞാൽ അത്ര ഇച്ചിരി ദൂരമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങ് അങ്കമാലി എന്ന് പറയുന്നത് കേട്ടോ. അതിനെ ഹിന്ദിയിൽ പ്രത്യേകം ഒന്നും പറയാറില്ല. അതുകൊണ്ടാണ് അങ്കമാലി സേഹ്, അങ്കമാലിയിൽ നിന്നാണ്. അങ്കമാലി സേഹ് എന്ന് പറഞ്ഞാൽ അങ്കമാലിയിൽ നിന്നാണ് അവന് കല്യാണം, അവനല്ല അവൾക്ക്, സോറി, അവൾക്ക് കല്യാണാലോചന വന്നിരിക്കുന്നത് അങ്കമാലിയിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്നോ, തൃശ്ശൂർ സേ. അപ്പൊ അങ്കമാലി എന്ന് പറഞ്ഞപ്പോ ഇയാൾക്കൊരു ചെറിയ സംശയം. എല്ലാവർക്കും എല്ലാ പട്ടണങ്ങളും ഏത് സ്ഥലത്താണെന്നറിയില്ല. തൃശ്ശൂർ സേ. അപ്പൊ ഒരു ഡൗട്ട് കൺഫേം ചെയ്യാണ്, തൃശ്ശൂരിലുള്ള അങ്കമാലി ആണോ എന്നുള്ളത്. ഇവിടെ ചില പ്രദേശങ്ങളിൽ ചില സ്ഥലത്തിന്റെ പേരൊക്കെ ഒന്ന് രണ്ട് പേരുണ്ടാവും കുറെ ഏരിയയിലായിട്ട്. അപ്പോൾ അതൊരു കൺഫർമേഷൻ ക്വസ്റ്റ്യൻ ആണ്. തൃശ്ശൂരിൽ നിന്നോ, അങ്കമാലി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാൾക്ക് അങ്ങ് പിടികിട്ടൂല. അപ്പൊ അത് ഒരു കൺഫർമേഷന് ചോദിക്കാണ്. തൃശ്ശൂരിൽ നിന്നോ, തൃശ്ശൂർ സേ, തൃശ്ശൂരിൽ നിന്നാണോ. അതെ IT കാരനാ, ഹാ IT വാല ഹെ. അതെ എന്ന് പറയുന്നതിനാണ് ഇവിടെ ഹാ എന്ന് പറയുന്നത്. ഹാ അതെ, യെസ്. IT വാല ഹെ, IT കാരനാണ്. IT വാല എന്ന് പറയാം, കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ പഠിക്കുന്നവരോ ജോലിയുള്ളവരെയൊക്കെ നമുക്ക് IT കാരനാന്ന് പറയാം. IT വാല ഹെ, IT കാരനാണ്. എവിടെയാ ജോലി, നൗക്കരി കഹാ ഹെ, എവിടെയാ ജോലി. ഇപ്പൊ അങ്കമാലിയിൽ വീടാണ്, ജോലി എവിടെയാന്നാ ചോദിക്കുന്നത്. നൗക്കരി കഹാ ഹെ എന്ന് പറഞ്ഞാൽ അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അവിടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ നമ്മളുടെ മക്കൾക്കൊക്കെ റിലേഷൻ വരുമ്പം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഇതൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഉചിതമായ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടത്. നിങ്ങൾക്കും ഇത് ജീവിതത്തിൽ ആവശ്യമായിട്ട് വരും. അവളുടെ കൂടെ തന്നെ രണ്ടുപേരും ഒരേ ഓഫീസിലാ. അപ്പം അവൻ എവിടെയാ ജോലി ചെയ്യുന്നതിന് ഉത്തരാണത് അവളുടെ കൂടെ തന്നെ. ഉസ്കെ സാത്ത് ഹി ഹെ, ഉസ്കെ എന്ന് പറഞ്ഞാൽ അവളുടെ, അവന്റെ എന്ന് പറയണമെങ്കിൽ ഉസ്കെ പറയട്ടോ. ഉസ്കെ സാത്ത് ഹി ഹെ എന്ന് പറഞ്ഞാൽ അവളുടെ കൂടെ തന്നെയാണ്. സാത്ത് ഹി ഹെ, ഹി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം, എംഫസൈസ് ചെയ്ത് പറയാനാണ്, തന്നെ എന്നൊക്കെ പറയാൻ. ഉസ്കെ സാത്ത് ഹി ഹെ, അവളുടെ കൂടെ തന്നെയാണ്. ദോനോ ഏക് ഹി ഓഫീസ് മേ ഹെ, രണ്ടുപേരും, ദോനോ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും, ഏക് ഹി ഒരേ, ഓഫീസ് മേ ഹെ ഒരേ ഓഫീസ് തന്നെയാണ് രണ്ടുപേരും. ദോനോ ഏക് ഹി ഓഫീസ് മേ ഹെ, രണ്ടുപേരും ഒരേ ഓഫീസിലാണ്. അവൻ അവളേക്കാൾ ഒരു പോസ്റ്റ് മുകളിലാ. വോ ഉസ്സെ ഏക് പോസ്റ്റ് ഊപ്പർ ഹെ, വോ എന്ന് പറഞ്ഞാൽ അവൻ, ഉസ്സെ അവളേക്കാൾ, ഏക് പോസ്റ്റ് ഊപ്പർ ഹെ, ഏക് പോസ്റ്റ് ഊപ്പർ ഹെ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് മുകളിലാണ്. എന്ന് പറഞ്ഞാൽ അവളേക്കാൾ കുറച്ച് സീനിയർ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റിലായിരിക്കാം. ഇപ്പം കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കല്ലോ, ജോലി എവിടെയാണ്, അവരെന്ത് പോസ്റ്റിലാണ്,
അവർക്ക് ട്രെയിനിങ് ഉണ്ടാവും, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കൂല്ലേ, അവൻ്റെ സ്വഭാവങ്ങളും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള ഇതൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വീട്ടിൽ ആരൊക്കെയുണ്ട്, ഗർമേ കോൻ കോനെ, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഗർമേ കോൻ കോനെ. ഈ സെന്റൻസ് എൻ്റെ വീഡിയോ തന്നെ പലവട്ടമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും, എൻ്റെ വീഡിയോ ഒരു പ്രാവശ്യങ്ങളും കണ്ടവർക്ക് ഈ സെന്റൻസ് ഫെമിലിയർ ആയിരിക്കാം. ഗർമേ കോൻ കോനെ, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഉച്ചക്കൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അച്ഛനോട് ചോദിക്കും. അപ്പൊ ന്യായമായി ചോദിക്കാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ഞാൻ ഇട്ടിരിക്കുകയാണ്. പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഓക്കെ, ഹിന്ദി സംസാരിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രമല്ലല്ലോ ഇങ്ങനത്തെ ചാനലൊക്കെ നോക്കുക. ഹിന്ദി സംസാരിക്കണമെന്ന് താല്പര്യമില്ലാത്തവർ ഇങ്ങനത്തെ ചാനലിൽ കയറില്ല. അച്ഛനും അമ്മയും അമ്മമ്മയും പിന്നെ ഒരു പെങ്ങളും. അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ പിത മാത. അമ്മമ്മയ്ക്ക് പറയുന്നതാണ് നാനി ഔർ ഏക് ബഹൻ, പിന്നെ ഒരു പെങ്ങളും. അച്ഛനും അമ്മയും അമ്മമ്മയും പിത മാത നാനി ഔർ ഏക് ബഹൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പെങ്ങളും. നാനി എന്ന് പറഞ്ഞ അമ്മമ്മ. ദാദി എന്നാ പറയുന്നതെങ്കിൽ അച്ചമ്മയാവും കേട്ടോ. ദാദി അച്ചമ്മയും നാനി അമ്മമ്മയാണ്. അപ്പൊ അമ്മച്ചന് പറയാ നാന, അച്ഛൻ്റെ അച്ഛന് പറയാ ദാദാ ദാദി നാന നാനി. അച്ഛനും അമ്മയും ഒക്കെ എന്ത് ചെയ്യുന്നു, മാതാപിത ക്യാ കർത്തേ ഹെ. അപ്പൊ അവരെ അച്ഛനും അമ്മയും പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. മാതാപിത ക്യാ കർത്തേ ഹെ, അവന്റെ അച്ഛനും അമ്മയും ഒക്കെ എന്താണ് ചെയ്യുന്നത്. അച്ഛനും അമ്മയെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കാണാൻ വരുന്ന പെണ്ണിന്റെ, ഒബ്വിയസ്ലി മറ്റേ ആൾ അയാൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ, അപ്പൊ അയാളോട് ചോദിക്കില്ലല്ലോ. മാതാപിത ക്യാ കർത്തേ ഹെ, അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു. അപ്പോ ഒരു പുതിയ വീട്ടിലേക്കൊക്കെ നമ്മളെ റിലേഷൻസിലോ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മക്കൾ പോകുമ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും ഇത് ഉചിതമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആവശ്യമുള്ളവരൊക്കെ പഠിച്ചു വെക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ലൈഫിൽ കുറേ കിട്ടും. അച്ഛൻ സ്കൂൾ ടീച്ചറായിരുന്നു, ഇപ്പോൾ റിട്ടയർഡ് ആണ്. പാപ്പ സ്കൂൾ ടീച്ചർ താ, അബി റിട്ടയർഡ്. പാപ്പ എന്ന് പറയുന്നത് ചെക്കൻ്റെ പാപ്പ കേട്ടോ. ചെക്കൻ്റെ പാപ്പ എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ അച്ഛൻ. സ്കൂൾ ടീച്ചർ താ, സ്കൂളിൽ അധ്യാപകനായിരുന്നു. അബി റിട്ടയർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ജോലിയിൽ നിന്ന് വിരമിച്ചു. പാപ്പ സ്കൂൾ ടീച്ചർ താ, അബി റിട്ടയർഡ്. പാപ്പ സ്കൂളിൽ അധ്യാപകനായിരുന്നു, ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ റിട്ടയർഡ് ആയിട്ടുണ്ട്. അമ്മ ഒരു നഴ്സറി നടത്തുന്നുണ്ട്. മമ്മി ഏക് നഴ്സറി ചലാ രഹി ഹെ. മമ്മി ഏക് നഴ്സറി ചലാ രഹി ഹെ. അമ്മ ഒരു നഴ്സറി നടത്തുന്നുണ്ട്. മമ്മി എന്ന് പറയുന്നത് അവന്റെ മമ്മി. ഏക് നഴ്സറി ചലാ രഹെ. നഴ്സറി എന്ന് പറഞ്ഞാൽ 2 തരം നഴ്സറി ഉണ്ട്. ഒന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന നഴ്സറി ആവാം, അല്ലെങ്കിൽ ഈ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യില്ലേ, ഗാർഡൻ ഫ്ലവറും ചെടികളൊക്കെ വെച്ച് വളർത്തുന്ന അതിനും നഴ്സറി എന്ന് പറയാം. മമ്മി ഏക് നഴ്സറി ചലാ രഹി ഹെ. മമ്മി ഒരു നഴ്സറി നടത്തുകയാണ്. പെങ്ങൾ മെഡിസിന് പഠിക്കുന്നു. ബഹൻ മെഡിസിൻ കി പഠായി കർ രഹി ഹെ. ബഹൻ മെഡിസിൻ കി പഠായി കർ രഹി ഹെ എന്ന് പറഞ്ഞാൽ പെങ്ങൾ. ബഹൻ എന്ന് പറഞ്ഞാൽ പെങ്ങൾ. മെഡിസിൻ കി പഠായി കർ രഹി ഹെ, മെഡിസിന് പഠിക്കുന്നു. ബഹൻ മെഡിസിൻ കി പഠായി കർ രഹി ഹെ, പെങ്ങള് മെഡിസിന് പഠിക്കുന്നു. അപ്പൊ മെഡിസിൻ അല്ല എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ആ വേർഡ് മാത്രം മാറ്റിയാൽ മതി. ബഹൻ എഞ്ചിനീയറിംഗ് കി പഠായി കർ രഹി ഹെ. ബഹൻ മെഡിസിൻ എന്താണോ തൊഴിൽ അതിന്റെ പേരങ്ങ് എടുത്ത് വെച്ചാൽ മതി. രാവിലെ തന്നെ ഒരു നല്ല ന്യൂസ് കിട്ടിയല്ലോ, വളരെ സന്തോഷം. സുബഹ് ഏക് അച്ഛേ ന്യൂസ് മിൽ ഗയാന ബഹുത് ഖുഷ്. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ. സുബഹ് എന്ന് പറയുന്നത് രാവിലെ തന്നെ എന്നെടുത്ത് കാണിക്കാനാ. സുബഹ് ഹി എന്നും പറയാം കേട്ടോ. രാവിലെ തന്നെ എന്നുള്ളതിന് സുബഹ് ഹി എന്നും പറയാം. സുബഹ് എന്ന് പറഞ്ഞാൽ പോലെ രാവിലെ തന്നെ എന്നുള്ളതിന് സുബഹ് എന്ന് ഹിന്ദിയിൽ പറയാം നമുക്ക്. ഏക് അച്ഛേ ന്യൂസ്, വളരെ നല്ല ഒരു ന്യൂസ് കിട്ടി, വാർത്ത കിട്ടിയല്ലോ എന്ന് പറയാന്ന്. മിൽ ഗയാന, ന്യൂസ് മിൽ ഗയാന എന്ന് പറഞ്ഞാൽ വാർത്ത കിട്ടിയല്ലോ, വളരെ സന്തോഷം. ബഹുത് ഖുഷ്. അപ്പോ അവരെന്നാ വരുന്നത്? തബ് തോ ഉൻ ലോഗ് കബ് ആ രഹേ ഹെ. അപ്പോൾ ഉൻ ലോഗ് കബ് ആ രഹേ, അവര് എന്നാണ് വരുന്നത്. ഉൻ ലോഗ് അവർ, കബ് ആ രഹേ ഹെ എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെന്നാ വരുന്നതെന്ന്.
നാളെ വരാമെന്നാണ് പറഞ്ഞത്. കൽ ആയെങ്കെ കർക്കെ ബോലാ ഹെ. കൽ ആയെങ്കെ കർക്കെ ബോലാ ഹെ. നാളെ വരാമെന്നാണ് പറഞ്ഞത്. കൽ ആയെങ്കെ നാളെ വരാം. കർക്കെ ബോലാ ഹെ അങ്ങനെയാണ് പറഞ്ഞത്. നാളെ വരുമെന്നാണ് പറഞ്ഞത്. കൽ ആയെങ്കെ കർക്കെ ബോലാ ഹെ. അപ്പൊ നാളെ അവരെ പ്രതീക്ഷിക്കുകയാണ്. അത് നാളെ വരാമെന്നാണ് പറഞ്ഞത്. കൽ ആയെങ്കെ കർക്കെ ബോലാ ഹെ. എങ്കിൽ ശരി, നീ മുടി കട്ട് ചെയ്തു വാ. ഫിർ ठीक है तुम बाल कटवाकर आ जाओ. कटवाके आ जाओ. फिर ठीक है എന്ന് പറഞ്ഞാൽ എങ്കിൽ ശരി. തും ബാൽ കട്ട്വാക്കെ ആ ജാവോ. നീ മുടി കട്ട് ചെയ്തിട്ട് വാ. മുടി മുറിച്ചിട്ട് വാ, അല്ലെങ്കിൽ മുടി വെട്ടിയിട്ട് വാ. ഓക്കെ, കാട്ടണന്ന് പറയാനോ മുറിക്കുക. കട്ട്വാക്കെ മുറിച്ചിട്ട് വാ. ആ ജാവോ. ഫിർ ठीक है എങ്കിൽ ശരി. തും ബാൽ കട്ട്വാക്കെ ആ ജാവോ. നീ മുടി മുറിച്ചിട്ട് വാ, അല്ലെങ്കിൽ മുടി വെട്ടിയിട്ട് വാ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.